ഞാൻ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എന്നൊക്കെ പറഞ്ഞ് വീണ്ടും വേറെ 1-2 സിനിമകൾ ഇവിടെ മലയാളത്തിലൊരു സിനിമ, വേറെ അന്യഭാഷയിലൊരു സിനിമ, അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ അതും എനിക്ക് മാർക്കറ്റില്ലാത്തോണ്ട് അന്യഭാഷയിൽ നിനക്ക് മാർക്കറ്റ് ഇല്ലല്ലോ. അതിന് എന്നെ വെച്ചല്ലല്ലോടാ നീ പ്ലാൻ ചെയ്തത്. അപ്പൊ അങ്ങനെ അത് പക്ഷെ പലതും അങ്ങനെ 2-3 വർഷം അതിന്റെ കഥകളൊക്കെ എനിക്ക് ഇന്റർവ്യൂല് പറയാൻ പറ്റിയിരുന്നെങ്കിൽ ഹിറ്റ് ഇന്റർവ്യൂ. കേട്ടത് മനോഹരം, കേൾക്കാത്തത് അതിമനോഹരം എന്നാണല്ലോ. ഭയങ്കര ട്രോമാറ്റിക് കഥകളാണ് അതൊക്കെ. അപ്പൊ അങ്ങനെ നിനക്ക് നിന്റെ ട്രോമയാണ് ഞങ്ങളുടെ ഹരം. നിന്റെ ഡ്രാമ ഞങ്ങൾക്ക് ഹരം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെ അതും പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ സിനിമയ്ക്ക് വേണ്ടി മരിച്ചു നിന്ന് അങ്ങനെ ഇങ്ങനെ നമ്മൾ ഓരോന്നെല്ലാം ആത്മാർത്ഥത കൂടുതലാണല്ലോ. നേരത്തെ വർക്കൗട്ടിന്റെ കാര്യം പറയുന്ന പോലെയാണ്. ഏറ്റെടുത്താൽ ഏത് ചിമ്മേരിയുടെ വീക്ക്നെസ് പോലെ ഒരു സ്ട്രെങ്ത് പറഞ്ഞ വർക്കൗട്ടിന്റെ പോലെയാണല്ലോ. ഞാൻ കലപ്പയ്ക്ക് കൈവച്ച വെച്ചതാടാ, പിന്നെ പറകോട്ട് തിരിഞ്ഞു നോക്കൂല എന്നുള്ളതാണ്. ഫ്ലോ പോയി പുല്ല്. അതിനുവേണ്ടി തന്നെയാ പറഞ്ഞത്. മാസമായിട്ട് വരുമായിരുന്നു. അതെ,